കെ എം മാണി സാറിനെ ഇന്ന് രാവിലെ ഞാൻ ആശുപത്രിയിൽ സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തെ മാണി സാറിന് ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം എന്നെ മനസ്സിലാക്കി പ്രതികരിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം കേരള രാഷ്ട്രീയത്തിന് തീരാ നഷ്ടമാണ്. പല റെക്കോർഡുകളും അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി 13 തവണ തെരഞ്ഞെടുക്കപ്പെട്ടു. 52 വർഷക്കാലം അദ്ദേഹം തുടർച്ചയായി നിലയിൽ. അദ്ദേഹം ഏത് സ്ഥാനം അലങ്കരിക്കുമ്പോഴും പാലായിക്ക് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ പ്രത്യേകമായൊരു സ്ഥാനമുണ്ടായിരുന്നു. 70 നിയമസഭയിലെത്തിയതിനു ശേഷമാണ് ഞാൻ അദ്ദേഹമായി പരിചയപ്പെടുന്നത്. 67 EMS മന്ത്രിസഭ വളരെ ശക്തിയായി ഈ ഭരണം ആരംഭിച്ചപ്പോൾ കേരള കോൺഗ്രസിലെ 5 MLA-മാരും കോൺഗ്രസിലെ 9 MLA-മാരും കെ എൻ ജോർജിൻ്റെ നേതൃത്വത്തിൽ കെ എം മാണി, ഇ ജോൺ ജേക്കബ്, അന്ന് EMS മന്ത്രിസഭയ്ക്കെതിരെയുള്ള പ്രതിപക്ഷത്തു നിന്നുള്ള ഏറ്റവും ശക്തനായ എതിരാളിയായിരുന്നു ശ്രീ കെ എം മാണി. ഫോട്ടോസ്റ്റാറ്റുകളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് അന്ന് ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ളതിൽ അദ്ദേഹം മിന്നിത്തിളങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു. 70 കേരള കോൺഗ്രസ് ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. അന്ന് ഞാൻ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. കേരള കോൺഗ്രസ് അവിടെ കോൺഗ്രസിൻ്റെ കൂടെയുമല്ല, CPM-ൻ്റെ കൂടെയുമല്ല. 13 MLA-മാരുമായി നടത്തിയ പോരാട്ടം വളരെ ശ്രദ്ധേയമാണ്. കാർഷിക മേഖലയ്ക്ക് വേണ്ടി, റബ്ബർ കർഷകർക്ക് വേണ്ടി, നെൽ കർഷകർക്ക് വേണ്ടി, റബ്ബർ കർഷകർക്ക് വേണ്ടിയൊക്കെ നടത്തിയ വളരെ ശക്തമായ പോരാട്ടങ്ങൾ നമുക്കാണ്. റബ്ബറിന് മിനിമം വില ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയ്ക്കകത്തും പുറത്തും നടത്തിയ പോരാട്ടങ്ങൾ. അന്ന് നിർണായകമായ ഒട്ടേറെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാനങ്ങൾ ബന്ധങ്ങൾ പൊളിച്ചെഴുത്തണമെന്നുള്ള ആവശ്യം കേരള കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നു. മാണി സാറിൻ്റെ ആലുവ സാമ്പത്തിക പ്രമേയം, അതിലാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ പൊളിച്ചെഴുത്തണമെന്ന് ആവശ്യപ്പെട്ടത്. അതുപോലെ തന്നെ അന്ന് ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധേയമായൊരു കാര്യം, കർഷകരും കർഷക തൊഴിലാളികളും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് എന്നുള്ള കേരള കോൺഗ്രസ് നിലപാട്. അന്ന് EMS-ൻ്റെ നേതൃത്വത്തിലുള്ള അതായത് അച്യുതമേനോൻ മന്ത്രിസഭയാണ്, കരുണാകരൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി. EMS-ൻ്റെ നേതൃത്വത്തിലുള്ള CPM-മായി പ്രതിപക്ഷത്ത് ഇരിക്കുമ്പോൾ പല കാര്യങ്ങളിലും യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഈ കാർഷിക മേഖലയിലെ സംഘർഷങ്ങൾ ഒഴിവാക്കാനുള്ള പ്രത്യേകമായ ശ്രദ്ധ ചോദിച്ച് അത് കൂടുതൽ കേരള കോൺഗ്രസിനെയും CPM-ആയിട്ട് അടുപ്പിച്ചു. ഒന്നിച്ച് മത്സരിക്കാമെന്നുള്ള തരത്തിലുള്ള നീക്കങ്ങൾ നടന്നു. 75 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അന്ന് പിന്നെ കോൺഗ്രസുമായി ഒറ്റയ്ക്കാണ് 70 മത്സരിച്ചെങ്കിലും 71-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന് 3 സീറ്റുകൾ നൽകിക്കൊണ്ട് കോൺഗ്രസ് ഒരു പുതിയ ബന്ധം സ്ഥാപിച്ചു. R ബാലകൃഷ്ണപിള്ളയും വർക്കി ജോർജും M.N. ജോസഫും MP-മാരായി. പക്ഷേ തുടർന്ന് പല വിഷയങ്ങളിലും കോൺഗ്രസുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വന്നു. പ്രത്യേകിച്ചും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, ഈ നാളികേരത്തിന് ന്യായമായ വില കിട്ടണമെന്ന് കേരള കോൺഗ്രസ് ആവശ്യപ്പെട്ടപ്പോൾ ഈ കാർഷിക പ്രശ്നങ്ങളോട് കോൺഗ്രസിനൊന്നും യോജിപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് റബ്ബറിന് കേന്ദ്ര ഗവൺമെൻറ് മിനിമം വില നിശ്ചയിക്കണം, നാളികേരത്തിന് ന്യായമായ വില കിട്ടണം. നെൽ കർഷകർക്ക് വേണ്ടി ഇ ജോൺ ജേക്കബ് അന്ന് നടത്തിയ പോരാട്ടങ്ങൾ. അതുകൊണ്ട് കാർഷിക മേഖലയുടെ ശബ്ദമായി
ഈ കേരള കോൺഗ്രസ് മാറി അതിൻ്റെ മുൻനിരയിൽ KM ജോർജും ശ്രീ KM മാണി അവതരിപ്പിച്ചിട്ടുള്ള പ്രമേയങ്ങൾ വളരെ ശ്രദ്ധേയമായി. ആ പ്രമേയങ്ങൾ കേരളത്തിലാകെ ചർച്ചയായി. ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ പൊളിച്ചെഴുതണമെന്നുള്ള ആവശ്യം ആദ്യമായി ഇന്ത്യയിൽ ഉയർത്തിയത് കേരള കോൺഗ്രസ്സാണ്. ശ്രീ KM മാണിയുടെ നേതൃത്വത്തിൽ 75ഓടുകൂടി വീണ്ടും കേരള കോൺഗ്രസിനും കൂടെ യോജിപ്പിക്കണമെന്നുള്ളൊരു ആശയം അവിടെ നിന്നും പിന്നെ ഡൽഹിയിൽ തന്നെ ഉണ്ടായി. ചർച്ചകൾ നടന്നു. നമ്മുടെ അന്നത്തെ അച്യുതമേനോൻ മന്ത്രിസഭയിൽ കേരള കോൺഗ്രസ് പ്രവേശിക്കുന്നു. 75 കാലഘട്ടത്തിൽ KM മാണി ധനകാര്യമന്ത്രി, R ബാലകൃഷ്ണൻ MP ആയിരുന്നെങ്കിൽ 6 മാസത്തേക്ക് മന്ത്രിയാവുന്നതിൽ R ബാലകൃഷ്ണൻ മന്ത്രിസഭയിൽ പ്രവേശിച്ചു. ചെയർമാൻ എന്ന വഴി ജവഹർ സാർ മാറി നിന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ MLA അല്ലാത്ത R ബാലകൃഷ്ണൻ രാജിവെക്കേണ്ടി വന്നു. ആ സമയത്ത് KM ജോർജ് മന്ത്രിസഭയിൽ പ്രവേശിക്കുന്നു. വളരെ പെട്ടെന്ന് ഹൃദയാഘാതത്തെ തുടർന്ന് ജോർജ് സാർ അന്തരിച്ചു. പിന്നീട് നടന്ന സംഭവങ്ങൾ 77 തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും കേരള കോൺഗ്രസിൽ ഭിന്നിപ്പുണ്ടായി. R ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ മുന്നണിയായിട്ടും കേരള കോൺഗ്രസ് പിന്നെ KM മാണിയും ശ്രീ നാരായണക്കുറുപ്പ് പാർട്ടി ചെയർമാൻ എന്ന നിലയിൽ മത്സരിച്ചു. 22 സീറ്റ് മത്സരിച്ച് 20 സീറ്റ് വന്ന് കേരള കോൺഗ്രസ് ജയിച്ചു. പിന്നെ ശ്രീ KM മാണി ആ മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി. കാരണം രണ്ടാമത്തെ കക്ഷിയാണ്. CPIയുടെ മുകളിൽ 20 സീറ്റുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി ശ്രീ KM മാണി ചാർജ് ഏറ്റു. ശ്രീ KM മാണിയും E. ജോൺ ജയിക്കും. അതുപോലെ തന്നെ നാരായണക്കുറുപ്പ് മന്ത്രിസഭയിലായിരുന്നു. തെരഞ്ഞെടുപ്പ് കേസിനെ തുടർന്ന് മാണി സാർ രാജിവെച്ചു. അന്ന് ഞാൻ ആഭ്യന്തര വകുപ്പിൻ്റെ ചാർജ് വഹിച്ചു. 8 മാസം മാണി സാറിന് അനുകൂലമായി വിധി വന്നപ്പോൾ ഞാൻ രാജിവെച്ചു. മാണി സാർ വീണ്ടും ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി. പിന്നീട് നടന്ന ചില സംഭവവാസങ്ങൾ E. ജോൺ ജേക്കബിന് പകരമായി ഒരു മന്ത്രി ആരായിരിക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമുണ്ടായി. ആ തർക്കത്തിൽ കോഴഞ്ചേരി എന്നുള്ള ജോർജ് മാത്യുവും ശ്രീ TS ജോണിനെ മത്സരിച്ചു. ശ്രീ TS ജോൺ മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്നുണ്ടായ ചില വിഷയങ്ങളെ തുടർന്ന് കേരള കോൺഗ്രസ് വീണ്ടും ഭിന്നിപ്പുണ്ടായി. സാർ, ഈ ഭിന്നിപ്പുകൾ പല കാലത്തും പിളർപ്പുകളുണ്ടായി. ആ സമയത്തും ഈ ശ്രീ KM മാണിയുമായിട്ട് പുലർത്തിയിരുന്ന ഒരു വ്യക്തിപരമായിട്ടുള്ള ബന്ധം വ്യക്തിപരമായ ഒരിക്കലും മോശമായിട്ടില്ല. പരോക്ഷമായി സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ ഇണങ്ങിയും പിണങ്ങിയും പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ വ്യക്തിബന്ധങ്ങൾ ഒരിക്കലും മോശമായിട്ടില്ല. അന്ന് 79 കാലഘട്ടത്തിൽ ഞാൻ ചെയർമാനായിട്ട് ഉണ്ടായി. അത് 20 കൊല്ലം പിന്നെ ഞങ്ങൾ പ്രതിപക്ഷത്തിൽ പ്രവർത്തിച്ചു. മാണി സാർ പലവട്ടം മന്ത്രിയായപ്പോഴും കൂടുതൽ സമയം ധനകാര്യമന്ത്രിയായിരുന്നു. ധനകാര്യ വകുപ്പ് ഇത്രയധികം ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള വേറെ മന്ത്രി ഇന്ത്യയിൽ കാണില്ല. അതെല്ലാം പ്രത്യേകത ഉണ്ടായിരുന്നു. E.K. നായനാരുടെ മന്ത്രിസഭയിൽ ആദ്യമായി കർഷക തൊഴിലാളി പെൻഷൻ നൽകിയത് അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റിലൂടെയാണ്. പിന്നെ ഏറ്റവും ഒടുവിൽ കർഷക പെൻഷൻ ഏർപ്പെടുത്തിയതും മാണി സാർ തന്നെയാണ്. അങ്ങനെ ഒട്ടേറെ ശ്രദ്ധേയമായ കാര്യങ്ങൾ. കർഷക മിത്രമായി അദ്ദേഹം അറിയപ്പെട്ടു. അതുപോലെ അധ്വാനവർഗ സിദ്ധാന്തം അവതരിപ്പിച്ചു. അതെല്ലായിടത്തും ചർച്ച ചെയ്യപ്പെട്ടു. അദ്ദേഹം നിയമസഭയിൽ ഏറ്റവും സജീവമായ ഒരംഗമായിരുന്നു. കഴിഞ്ഞ നിയമസഭയിൽ പോലും എപ്പോഴും പ്രമേയങ്ങൾ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനും അല്ലെങ്കിൽ ശ്രദ്ധ ക്ഷണിക്കൽ അവതരിപ്പിക്കാനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനും അദ്ദേഹത്തിന് ആരോഗ്യം ക്ഷയിച്ചതിന് ശേഷവും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഏറ്റവും ഊർജ്ജസ്വലനായ ഒരു സാമാജികൻ. ഈ കാലം അത്രയും ഞാൻ 70 ചെല്ലുമ്പോൾ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഹോം വർക്ക് ചെയ്യുന്ന ഒരു KM മാണിയാണ് അന്നും കാണുന്നത്. നിയമസഭയിൽ തയ്യാറെടുക്കാൻ അദ്ദേഹം പോകാറില്ല. അപ്പം ഏറ്റവും കാലികമായ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു നിയമസഭാ സാമാജികനായി 52 വർഷം ഇവിടെ ജീവിച്ചു. അതിന് ജനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. പ്രത്യേകിച്ച് കർഷക മിത്രമായി നേതൃത്വം കൊടുത്തു എന്ന് നാം കാണുകയാണ്. ഈ
ഒരു പാർട്ടിയെ സംബന്ധിച്ചുള്ള ഒരു നഷ്ടം ഇപ്പോൾ അന്തരിച്ചിരിക്കുന്നു, പാർട്ടിയെ സംബന്ധിച്ചുള്ള നഷ്ടം? തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് പാർട്ടി, കേരള കോൺഗ്രസിൻ്റെ ഒരു മാസമുണ്ട് അദ്ദേഹത്തെ ആരാധിച്ചത്, അവരെ സംബന്ധിച്ചിടത്തോളം തീരാ നഷ്ടമാണ്. അതുപോലെ തന്നെ പിന്നെ ഇന്നിപ്പം ഐക്യജനാധിപത്യ മുന്നണിക്കും ഒരു തീരാ നഷ്ടമാണ്. എപ്പോഴും കാർഷിക വിഷയങ്ങൾ പഠിക്കാനും ഉന്നയിക്കാനും നിയമസഭയിൽ ഉന്നയിക്കാനും അത് എപ്പോഴും മുൻപന്തിയിലുണ്ടായിരുന്നു. അങ്ങനെ കേരളത്തിൻ്റെ നാണ്യവിളകൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങളാണ് പലപ്പോഴും നമുക്ക്, പ്രത്യേകിച്ചും കയറ്റിറക്കുമതി നയങ്ങൾ, ആ കയറ്റിറക്കുമതി നയങ്ങളിൽ മാറ്റം വരുത്താനുള്ള ആവശ്യം നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരുന്നു. റബ്ബറിൻ്റെ വില ഇടിവിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ആലോചിച്ച് അദ്ദേഹം 1 കിലോ റബ്ബറിന് മിനിമം 150 രൂപയെങ്കിലും കിട്ടിയിരിക്കണമെങ്കിൽ റബ്ബർ വില 80 രൂപയെ താന്ന സന്ദർഭത്തിൽ 150 രൂപ. അപ്പോൾ ഈ വ്യത്യാസം, അതായത് 80 രൂപ 90 രൂപയാണ് റബ്ബറിനെങ്കിൽ 50ഉം 5 4 90 രൂപ ഗവൺമെൻറ് കൊടുക്കണം. ഈ കുറവ് നികത്തണം. കർഷകന് കിട്ടുന്ന വരുമാനം 150 രൂപയിൽ താഴെയാണെങ്കിൽ ആ ചെറുകിട കർഷകർക്ക് 150 രൂപ കിട്ടത്തക്കവണ്ണമുള്ള ഒരു വലിയ തീരുമാനമെടുത്ത് നടപ്പാക്കി. ഇപ്പം അത് ഫലപ്രദമായി നടക്കുന്നില്ല. അത് നടപ്പാക്കിയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ ഈ 150 200 ആക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു. മനസ്സാറിന് ഞങ്ങളെല്ലാവരും ഉന്നയിച്ചു. നടപ്പായിട്ടില്ല. അത് റബ്ബർ കർഷകർക്ക് ഒരു ആശ്വാസകരമായ ഒരു നടപടിയാണ്. അത് ഏറ്റവും ഒടുവിൽ റബ്ബർ കർഷകർക്ക് വേണ്ടി ചെയ്യാൻ ഏറ്റവും വലിയ കാര്യമായി ഞാൻ കാണുകയാണ്. ഞാനിപ്പോൾ എറണാകുളത്തേക്ക് പോവുകയാണ്, കൂടിയാലോചിച്ചത്. ഈ സംസ്കാരത്തിന് അല്ല, അതെല്ലാം കൂടിയാലോചിച്ചു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം അല്ല, ഇന്നത്തെ ഇവിടുത്തെ എല്ലാം പരിപാടി നിർത്തിവെക്കാൻ പറഞ്ഞു. ഇനിയിപ്പോൾ ബാക്കി